ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. വെൽക്കം ടു ദ വീഡിയോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ 250 ഗ്രാം വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും ചേർത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്ക ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതിനാൽ വെണ്ടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഈ ഒരു പരുവത്തിൽ വഴണ്ട് വന്നാൽ മതിയാകും. ഒരു 5 മിനിറ്റാണ് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി എടുത്തത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.